ये दिन देखने के लिए मेडल लेके आए थे देश के लिए, यही दिन देखने के लिए लेके आए थे। मैं पूछ रही हूँ, सबसे पूछ रही हूँ. ഇതിനായിരുന്നു രാജ്യത്തിനായി ഞങ്ങൾ മെഡൽ വാങ്ങിയത്. ബ്രിജ്ഭൂഷണെതിരായ സമരത്തിനിടെ ഡൽഹി പോലീസിന്റെ കയ്യേറ്റത്തിനിരയായി വിനേഷ് ഫോഗാട്ട് നെഞ്ചുപൊട്ടിക്കരഞ്ഞത് കഴിഞ്ഞ വർഷം. അവകാശ പോരാട്ടത്തിനായി തെരുവിലിറങ്ങി അപമാനിതയായ ഗുസ്തി താരം ഇന്ന് രാജ്യത്തിന്റെ അഭിമാനം. പാരീസിലെ ഗോദയിൽ ആദ്യ എതിരാളി തന്നെ സുശക്ത. ലോക 1-ാം നമ്പറും ഒളിമ്പിക് ചാമ്പ്യനുമായ ജപ്പാന്റെ യുയു സുസാക്കി. രാജ്യാന്തര തലത്തിൽ ഒരിക്കൽ പോലും തോറ്റിട്ടില്ലാത്ത ഗുസ്തി ഇതിഹാസം. മത്സരം തീരാൻ 15 സെക്കൻഡ് മാത്രം ശേഷിക്കെ എതിരാളിയെ മറിച്ചിട്ട് വിനേഷിന്റെ നീക്കം. ഫലം ഒളിമ്പിക് ഗുസ്തിയിലെ ഏറ്റവും വലിയ അട്ടിമറി. വരാനിരിക്കുന്ന വിജയയാത്രയുടെ സൂചനയായിരുന്നു ആ തുടക്കം. ജന്തർ മന്ദറിലെ സമരത്തിനിടെയായിരുന്നു പാരീസ് ഒളിമ്പിക്സിനായുള്ള തയ്യാറെടുപ്പ്. 53 കിലോ വിഭാഗത്തിൽ മത്സരിച്ചിരുന്ന വിനേഷ് ഭാരം കുറച്ച് 50 കിലോ വിഭാഗത്തിലേക്ക് മാറി. ഇടതുകാൽമുട്ടിലെ ശസ്ത്രക്രിയ, പരിശീലനം പുനരാരംഭിക്കൽ, അങ്ങനെ തരണം ചെയ്ത പ്രതിസന്ധികളേറെ. പാരീസിലെ ഓരോ മത്സര വിജയവും വിനേഷിനിത്ര വൈകാരികമാകുന്നത് അതുകൊണ്ടാണ്. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ലോക ചാമ്പ്യൻഷിപ്പിലുമെല്ലാം മെഡൽ വാരിക്കൂട്ടിയ വിനേഷിന് ഒളിമ്പിക്സ് എന്നും നിരാശയുടേതായിരുന്നു. കഴിഞ്ഞ 2 തവണ ക്വാർട്ടർ കടക്കാനായില്ല. എന്നാൽ 3-ാം വട്ടം പാരീസിലെത്തിയത് വർദ്ധിത വീര്യത്തോടെ. രാഷ്ട്രീയക്കാരോടും ഭരണ സംവിധാനങ്ങളോടും പോരാടിയ കരുത്തിന്റെ കൂടി പിൻബലത്തിൽ. അതിനേക്കാൾ വലിയ പോരാട്ടമൊന്നും ഈ ജീവിതത്തിൽ ഇനി വരാനില്ലെന്നാണ് വിനേഷിന്റെ തന്നെ വാക്കുകൾ. ആത്മവിശ്വാസമാണ് വിനേഷിനെ ഇപ്പോൾ തന്നെ ഒരു ചാമ്പ്യനാക്കുന്നത്.